Hello everyone. So here is your second video on the final speech in the movie The Great Dictator by Charlie Chaplin. And in this video we'll be focusing on Charlie Chaplin in detail. I think all of you will be familiar with this figure, that is Charlie Chaplin, who is widely regarded as the greatest comic artist of the screen and one of the most important figure in the motion picture history. Okay, so let us look into the details of Chaplin. Charlie Chaplin, whose the by name of Sir Charles Spencer Chaplin, was a British comedian, producer, writer, director, and composer, and he rose to the films during the era of silent films. So he became popular during the time of silent films. That is, Chaplin used to do silent films a lot, and he is best remembered for his character named the Tramp. ദ ട്രാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിലൂടെയാണ് ചാർലി ചപ്ലിൻ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ളത്. Then talking about Chaplin, what comes to our mind is that figure, right? ഒരു ഷോർട്ട് കോട്ടും ലാർജ് പാൻസും ഫ്ലോപ്പി ഷൂസ് ആൻഡ് ബാറ്റർ ഡർബി. ഡർബി മീൻസ് ദാറ്റ് ക്യാപ്. ദെൻ യു ഹാവ് എ സ്റ്റിക്ക് ഇൻ ഹിസ് ഹാൻഡ്, റൈറ്റ്? ആ ഒരു ഫിഗറാണ് നമുക്ക് ചാപ്ലിൻ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കാര്യം. ഓക്കെ. Then Chaplin was born on April 16, 1889 in London and died at the age of 88 on December 1977 in Switzerland. His career spanned more than 75 years from the childhood in Victorian era during until a year before his death in 1977. So Charlie Chaplin എന്ന് പറഞ്ഞത് സ്ക്രീനിൽ 75 years നിറഞ്ഞു നിന്നൊരാളാണ്. ഹിസ് കരിയർ സ്പാൻസ് ഓവർ സച്ച് എ ലോങ് പീരീഡ്. ഓക്കെ, ആൻഡ് ഹി വാസ് ഇൻ ദ സ്ക്രീൻ until 1976, that is just a year before his death. His father was Charles Chaplin, who was a British music hall entertainer, and his mother was a singer whose name was Hannah Hall. And after his parents got separated, Chaplin used to stay with his mother, that is Hannah Hall, who was a singer. ആൻഡ് അമ്മയുടെ കൂടെ താമസിക്കുമ്പോൾ ഉള്ള ആ ഒരു പീരീഡിൽ ആണ് ചാപ്ലിൻ മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്റ്റേജ് ഡെബ്യൂ. ഓക്കെ, സ്റ്റേജ് ഡെബ്യൂ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് എപ്പോഴാണ്? 5 വയസ്സുള്ളപ്പോഴാണ്. അതായത് അബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ് ചാപ്ലിൻ ഹാസ് മെൻഷൻഡ് ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി, മൈ ഓട്ടോബയോഗ്രഫി. ചാപ്ലിൻ്റെ ബുക്കിൻ്റെ പേരാണ് മൈ ഓട്ടോബയോഗ്രഫി. അതിൽ ഹി എംഫസൈസസ് ആൻ ഇൻസിഡൻറ്റ് വിച്ച് ലീഡ്സ് ടു ഹർ സക്സസ്. അതായത് 1984 when her mother was performing on the stage, suddenly she lost her voice and was unable to act. അമ്മ സ്റ്റേജിൽ നിന്ന് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മദറിൻ്റെ സൗണ്ട് അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഷി വാസ് അൺഏബിൾ ടു ആക്ട് ആൻഡ് ദ ഓഡിയൻസ് വാസ് what began to tease her, and this boy who was watching the mother's performance at the backstage was all confused and upset. അപ്പം ആ ഒരു അവസരത്തിൽ സ്റ്റേജ് മാനേജറുടെ നിർദ്ദേശപ്രകാരം ഈ ചെറിയൊരു 5 വയസ്സുള്ള ഈ ഒരു കുട്ടി സ്റ്റേജിൽ ഓഡിയൻസിനെ അമ്യൂസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് വാസ് ഗ്രേറ്റ് സക്സസ് ആൻഡ് പീപ്പിൾ ബിഗാൻ ത്രോയിങ് മണീസ് ആൻഡ് ഓൾ ടു ചാപ്ലിൻ. ആൻഡ് അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് പണവും ഒക്കെ വരുന്നത് കണ്ടപ്പം ചാപ്ലിൻ പറയാണ് ഓഡിയൻസിനോട്, ഐ എം സ്റ്റോപ്പിംഗ് ദിസ് ഫോർ എ വൈൽ, ലെറ്റ് മീ കളക്ട് ദിസ് മണി ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പാട്ട് നിർത്തുകയാണ്, ഞാൻ ഈ പണമൊക്കെ ഒന്ന് കളക്ട് ചെയ്തോട്ടെ, അതിന് ശേഷം അതിൽ കണ്ടിന്യൂ സിംഗ് എന്ന് പറയും. അപ്പോൾ ചാപ്ലിൻ്റെ ഈ ഒരു ഇന്നസെൻസും ഈ കുറേ ഫണ്ണി ആയിട്ടുള്ള കുറേ ആക്ഷൻസൊക്കെ എന്താണ് ഓഡിയൻസിനെ ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്റ്റേജ് മാനേജർ വന്നിട്ട് ഈ പണമൊക്കെ എടുത്ത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുക, കുട്ടി പാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പം ചാപ്ലിൻ മിസ്റ്റേക്ക് ദാറ്റ് ഡീഡ്. ഓക്കെ, ഹി തോട്ട് ദാറ്റ് എന്താണ് ഈ മാനേജർ വന്നിട്ട് ഈ പണമൊക്കെ അടിച്ചുകൊണ്ട്
പോവാന്നാണ് വിചാരിച്ചത്. ആൻഡ് ഹി റാൻ ബിഗാൻ ദിസ് മാനേജർ ആൻഡ് ഗ്രാബ്ഡ് ദോസ് മണീസ്. മറ്റേ മാനേജറുടെ കയ്യിൽ നിന്ന് അത് ഗ്രാബ് ചെയ്തെടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓഡിയൻസിനെ വല്ലാതെ അമ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റേജ് പെർഫോമൻസിലൂടെ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് കൊമേഡിയൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ചാപ്ലിൻ്റെ ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് വളരെ ഇൻസ്പയറിംഗ് ആണ്. ദാറ്റ് ഈസ് വൈ ഐ ഹാവ് മെൻഷൻഡ് ഇറ്റ് ഹിയർ. ഓക്കെ, സോ കം ബാക്ക്. സോ അതാണ് ചാർലി ചാപ്ലിൻ, അമ്മ, അച്ഛൻ ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ചാപ്ലിൻസ് ഫിലിം വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്ലാപ്സ്റ്റിക്. സി നോട്ട് ദ ടേം ദിസ് സ്ലാപ്സ്റ്റിക്. ചാർലി ചാപ്ലിൻ്റെ നമ്മുടെ കോമഡീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതെന്താണ്, സ്ലാപ്സ്റ്റിക് കോമഡി എന്നാണ് പറയാറ്. വാട്ട് ഡു യു മീൻ ബൈ സ്ലാപ്സ്റ്റിക്? Slapstick is a style of humor involving exaggerated physical comedy, absurd situation, and vigorous chases, often violent in action. See, you have seen, I think all of you have seen Tom and Jerry, right? ടോം ആൻഡ് ജെറിൻ്റെ ഒരു പ്രത്യേകത എന്താ, വളരെ അത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, സൈലൻ്റ് ആയിട്ടോ അങ്ങനെയുള്ളൊരു സീൻ അവിടെ അല്ല. എപ്പോഴും ഇങ്ങനെ ടോമസ് ചേസിങ് ജെറി, അല്ലെങ്കിൽ എപ്പോഴും അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അവരെന്താ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അങ്ങനെ ഒരുപാട് അബ്സേർഡ് എന്ന് വെച്ചാൽ മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ആൾക്കാരെ ചിരിപ്പിക്കുക. വയലൻ്റ് ആയിട്ടിരിക്കും, അവനെ പോയി അടിക്കുന്നു, ഇവനെ പോയി തൊഴിക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ട് ആ സ്ക്രീൻ എപ്പോഴും ഓഡിയൻസ് അല്ലെങ്കിൽ അതിലുള്ള ക്യാരക്ടേഴ്സ് എൻഗേജ്ഡ് ആയിരിക്കും, ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് കോമഡിയൊക്കെയാണ് നമ്മൾ സ്ലാപ്പ് സ്റ്റിക്ക് എന്ന് പറയാം. സോ ചാർലി ചാപ്ലിൻ ആ ഒരു സ്റ്റിക്കും ആ ഒരു അയാളുടെ ഒരു ഡ്രസ്സിങ് ഒക്കെ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ട് എപ്പോഴും ഓഡിയൻസിനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് സ്ലാപ്പ് സ്റ്റിക്ക്. സോ ഹിസ് ഫിലിംസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദിസ് സ്ലാപ്പ് സ്റ്റിക്ക് എലമെൻറ്റ്. ഓക്കെ, then talking about the nature of Chaplin's film, his last film, The Great Dictator, is only the talking film. Okay, അതുവരെ ചാപ്ലിൻ ചെയ്തത് എന്താണ്, സൈലൻറ്റ് മൂവീസ് ആണ്. ആൻഡ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ വാസ് ഹിസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടോക്കിംഗ് ഫിലിം. സൗണ്ട് മൂവി എന്ന് പറയുന്നത് ആകെ ഈ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആണ് ഉള്ളത്. Okay, and most of his films are satires of socio-political condition of his time. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്, റൈറ്റ്? അപ്പം ആ കാലഘട്ടത്തിലുള്ള സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കളിയാക്കിക്കൊണ്ടുള്ള മൂവീസാണ് പലതും ചാപ്ലിൻ്റെ അപ്പോൾ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് ഹിസ് ക്യാരക്ടേഴ്സ് പോർട്രേഡ് ദ ആൻസൈറ്റീസ് ഓഫ് കോമൺ മാൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വിത്ത് ഹ്യൂമർ ആൻഡ് പാത്തോസ്. His role in the film The Tram later became an iconic figure in the history of film that we have already mentioned. The Tram is the most popular character that Chaplin has given life. Okay, and here we have some of the noted films of Chaplin, that is The Gold Rush, Limelight, City Light, Modern Times, and The Great Dictator. Then a short note about The Great Dictator. The Great Dictator is a comedy written, acted and produced by Charlie Chaplin in 1940. The film is the first talkie, non-silent film of Chaplin. It is a political satire condemning Hitler and the fascist regime in Germany during the World War II. The given text that is there, that is what we have to learn, is an edited version of the speech delivered by Chaplin's character at the end of the movie. In the film, Chaplin plays dual role. രണ്ട് റോള് പ്ലേ ചെയ്യുന്നുണ്ട് ചാപ്ലിൻ. The first role is that of a Adinot Hinkle, the great dictator and the ruler of Romania. So ഈ ഒരു പേരിലാണ്, ഹിങ്കൽ എന്നുള്ളൊരു പേരിലാണ് ചാപ്ലിൻ ഇതിൽ വരുന്നത് ഡിക്റ്റേറ്ററായിട്ട്. ആക്ച്വലി ഹിങ്കൽ ഇസ് സറ്റാറൈസിങ് ഹും, അഡോൾഫ് ഹിറ്റ്ലർ എന്നുള്ള ഒരു ലിവിങ് ഫിഗറിനെ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലറിനെ സെറ്റാറൈസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫിഗറാണ് ഹിങ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിലിമിൽ ആ ഡിക്റ്റേറ്ററുടെ പേര് ഹിങ്കലാണ്. ശരിക്കും സെറ്ററൈസ് ചെയ്യുന്നത് ആരെയാണ്? അഡോൾഫ് ഹിറ്റ്ലറെയാണ് സെറ്ററൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് റോൾ പ്ലേഡ് ബൈ ചാപ്ലിൻ ഇൻ ദിസ് ഫിലിം ഇസ് ദാറ്റ് ഓഫ് എ ജൂയിഷ് ബാർബർ. ഓക്കെ, whose shop has become a part of the ghetto during the time of war. Okay, so ആ ഒരു ജൂയിഷ് ബാർബറിൻ്റെ റോളും ആര് പ്ലേ ചെയ്യുന്നുണ്ട്? ചാർലി ചാപ്ലിൻ പ്ലേ ചെയ്യുന്നുണ്ട് ഈ ഫിലിമിൽ. സോ ഡുവൽ റോൾ ഇസ് പ്ലേഡ് ബൈ ചാപ്ലിൻ ഇൻ ദിസ് ഫിലിം.
Satirizing on the similarity of appearance between Chaplin's character and Hitler, the film explicitly criticizes Hitler and his Nazi regime for the violence committed against the Jews. So ചാപ്ലിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ സിമിലാരിറ്റീസ് ചാപ്ലിൻ്റെ ആ ഒരു ഡിക്റ്റേറ്റർ എന്നുള്ള ക്യാരക്ടർ എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഓക്കെ, ആ ഒരു അപ്പിയറൻസ് എന്നൊക്കെ പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറായിട്ട് ഒരുപാട് സാമ്യതയുണ്ട്. അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലറെ കളിയാക്കുകയാണ് ആ സിനിമയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, എന്തിനൊക്കെയാണ് ആ ഒരു ഫിലിമിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഹിറ്റ്ലർ, നാസി ഗവൺമെൻറ് ആൻഡ് ദ വയലൻസ്, ദാറ്റ് ഈസ് ആൻറ്റി സെമിറ്റിസം പോലുള്ള കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് ഇതിൽ സെറ്റാറൈസ് ചെയ്യുന്നുണ്ട്. Then the speech urges all the humanity to unite and fight for peace and justice for everyone, regardless of color, race, and gender. The speech also emphasized the power of democracy in safeguarding the rights of the oppressed. So the speech highlights എന്താണ്, നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിൽ ഒരു യൂണിറ്റി വേണം, വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കളർ, റേസ് ഓർ ജെൻഡർ. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എങ്ങനെ ഒരു ഹ്യൂമാനിറ്റി മുമ്പോട്ട് നീങ്ങണം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ദ സ്പീച്ച് ഓൾസോ എംഫസൈസസ് ദ പവർ ഓഫ് ഡെമോക്രസി. ഹിറ്റ്ലർ എന്ന് വെച്ചാൽ ഒരു ഡിക്റ്റേറ്ററാണ്, ഏകാധിപതിയാണ്. അപ്പം അത് മാറ്റി നിർത്തിയിട്ട് എങ്ങനെ ഒരു ഡെമോക്രസി വരണം, എങ്ങനെ ആ ഡെമോക്രസി അവിടെയുള്ള ആൾക്കാരെ, ആ ഒരു നേഷനിലെ സിറ്റിസൺസിനെയും ഒപ്രസ്ഡ് ക്ലാസ്സിനെയും ഒക്കെ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്പീച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, then Chaplin has received numerous awards and recognition. I have mentioned some of the awards and recognitions here. You have a long list there in your text, so go through those lists please. And Chaplin was appointed as a Knight Commander of the Most Excellent Order of British Empire in the 1975 New Year honor. So 1975 ന്യൂ ഇയറിൽ ഉള്ള ആ ഒരു സെഷനിൽ he was appointed as the Knight Commander of the Most Excellent Order of British Empire, and he was awarded the honorary Doctors of Letters degree by the University of Oxford and the University of Durham in 1962. And in 1965 he won the Erasmus Award, which he shared with Ingmar Bergman. Okay, then he served as commander of the National Order of the Legion of Honor by the French government, and he has also won a Golden Lion Award at the Venice Film Festival and also Lincoln Center Film Society's Lifetime Achievement Award in the year 1972. So these are some of the recognition. Then you have some more here, that is Chaplin has received 3 Academy Awards, that is honorary award for the film The Circus for his versatility and genius. Okay, ആ ഫിലിമിൽ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഈ വെർസിറ്റാലിറ്റി, ജീനിയസ്, ആ ഒരു ഡെഡിക്കേഷൻ കാര്യത്തിനൊക്കെ ഒരു ഓണററി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫോർ ദ ഫിലിം ദ സർക്കസ് ഇൻ ദ ഇയർ 1929. ആൻഡ് അനദർ ഓണററി അവാർഡ് ഫോർ ഹിസ് ഡെഡിക്കേഷൻ that he put towards making films in the year 1972, and he was also awarded the Best Score Award in 1973 for his film The Limelight. And Chaplin has also been nominated for the Best Actor, Best Original Screenplay, and for the Best Picture categories for The Great Dictator. So Great Dictator ന് ഒരുപാട് നോമിനേഷൻസ് കിട്ടിയിട്ടുള്ള ഒരു ഫിലിമാണ്. Then some of his famous മൂവീസ് ഹിയർ, 6 മൂവീസ്, ചാപ്ലിൻ്റെ 6 മൂവീസാണ്, അത് വളരെ പോപ്പുലറാണ്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ സെലക്റ്റഡ് ഫോർ ദ പ്രിസർവേഷൻ ബൈ നാഷണൽ ഫിലിം രജിസ്ട്രി ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലൈബ്രറി ഓഫ് കോൺഗ്രസ്. സോ ഈ ഒരു മൂവീസ് പ്രിസർവ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാഷണൽ ഫിലിം രജിസ്ട്രിയിൽ. ഓക്കെ, ആൻഡ് ദോസ് 6 ഫിലിംസ് ആർ ദ ഇമിഗ്രൻറ്റ്, ദ കിഡ്, ദ ഗോൾഡൻ റഷ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ്,
ആൻഡ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഓക്കെ, സോ ഒരുപാട് ഫിലിംസ് ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് വന്നിട്ടുള്ളൊരു 6 മൂവീസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Okay, so that's all about Charlie Chaplin. So what you have to remember is അയാളുടെ ഇത് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഓഫ് കോഴ്സ് യു ഹാവ് ടു റിമെമ്പർ. ദെൻ ഈ ഒരു 6 മൂവീസിനെ കുറിച്ച് ഓർത്ത് വെക്കുക. ദെൻ ചാപ്ലിൻസ് നേച്ചർ ഓഫ് ഫിലിംസ്, ചാപ്ലിൻ്റെ ഫിലിംസിൻ്റെ പ്രത്യേകത, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ, സ്ലാപ്സ്റ്റിക് എലമെൻറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ദെൻ ലേൺ സം ഓഫ് ഹിസ് ഫിലിംസ് നെയിംസ് ആൻഡ് that's all. Okay, so hope these things are clear, and in the next video we'll be focusing on the text, that is the speech. Okay, so thank you.